വെൽക്കം ടു മൂവി ബ്രാൻഡ്. തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് അമല പോൾ. മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച അമല പോൾ പിന്നീട് തമിഴിലേക്ക് ചുവടുമാറ്റുകയായിരുന്നു. മൈന എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അമല പോൾ താരമായി മാറുന്നത്. അധികം വൈകാതെ തന്നെ തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി അമല മാറി. പിന്നീട് താരം മലയാളത്തിലേക്കും തിരിച്ചു വന്നു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം അമല അഭിനയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും സജീവമാണ് അമല. താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകൾ വൈറലായി മാറാറുമുണ്ട്. അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലേക്കും ചുവടുവെച്ചിരിക്കുകയാണ് അമല. കരിയറിലും ജീവിതത്തിലുമെല്ലാം ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെയും അമലയ്ക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു അമല പോളിന്റെയും ജഗത് ദേശായിയുടെയും വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതും താൻ അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് താൻ അറിയിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഭർത്താവിനൊപ്പമുള്ള മനോഹര നിമിഷങ്ങളെക്കുറിച്ച്, ഗർഭകാലം എങ്ങനെയൊക്കെ ആസ്വദിക്കുന്നു എന്നതിനെക്കുറിച്ചുമെല്ലാം അടിക്കടി താരം പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ തന്റെയും ജഗതിന്റെയും പ്രണയകഥ പങ്കുവയ്ക്കുകയാണ് അമല പോൾ. ഒരു അഭിമുഖത്തിലാണ് അമലയും ജഗതും തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും സംസാരിച്ചത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഗോവയിലേക്കുള്ള കുടുംബവുമൊത്തമുള്ള അവധിക്കാല യാത്രയിലാണ് ജഗതിനെ കാണുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്ന വില്ല ജഗതിൻ്റെതായിരുന്നു. ആ പരിചയം സൗഹൃദമായി. അപ്പോഴേക്കും രണ്ടുപേർക്കും അതിനുമേലെ ഒരിഷ്ടം പരസ്പരം തോന്നി തുടങ്ങിയിരുന്നു. രണ്ടാളും ആഗ്രഹിക്കുന്ന തരം പങ്കാളികളാണ് ഞങ്ങളെന്ന് തോന്നി എന്നാണ് അമല പോൾ പറയുന്നത്. എൻ്റെ വീട്ടിലും വിവാഹാലോചനകൾ നോക്കുന്നുണ്ടായിരുന്നു. ആദ്യം കണ്ടപ്പോഴേ പ്രൊപ്പോസ് ചെയ്യാൻ തോന്നിയെന്നാണ് ജഗത് പറഞ്ഞത്. ഒരുപാട് കാലമായി സിംഗിളായി ജീവിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എടുത്തുചാടിയുള്ള പ്രണയത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല. ഇനി എടുക്കുന്ന ഒരു തീരുമാനം ശരിയായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും അമല പറയുന്നു. മമ്മിയോടും ഞാൻ പറഞ്ഞിരുന്നു, ഇനിയൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ 6 മാസമോ 1 വർഷമോ ഡേറ്റ് ചെയ്തിട്ടേ തീരുമാനമെടുക്കൂ എന്ന്. പക്ഷെ നമ്മൾ വിചാരിക്കും പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. എന്നെയും ജഗതിനെയും തമ്മിൽ അടുപ്പിക്കുന്ന അദൃശ്യ ശക്തി ഞങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതാണ് ബ്ലെസ്സിയേട്ടൻ പറഞ്ഞ ജീവിതത്തിന്റെ സൗന്ദര്യം എന്നാണ് താരം പറയുന്നത്. മറ്റൊരു വില്ലയിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് അമലയും കുടുംബവും എൻ്റെ വില്ലയിലേക്ക് കാറിൽ വന്നിറങ്ങുമ്പോഴാണ് ഞാൻ അമലയെ ആദ്യം കണ്ടത്. ഞാനും അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ഉറക്കക്ഷീണത്തിൽ പിങ്ക് ടീഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസും ഒക്കെയായി ലേസി ലുക്കിലായിരുന്നു കക്ഷി. ആ നിമിഷം മനസ്സിൽ ഒരു ഇഷ്ടം തോന്നി. ആദ്യമായി നേരിൽ കണ്ടയാളെ വീണ്ടും കാണണമെന്ന് തോന്നുന്ന ഫീൽ എന്നാണ് ജഗത് പറയുന്നത്. പരിചയപ്പെട്ട കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാനും ജഗതും ഒന്നിച്ചൊരു പാർട്ടിയിൽ പങ്കെടുത്തു. എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ അതിലൊന്നും പങ്കെടുക്കാതെ പുലരുവോളം സംസാരിച്ചിരുന്നു. പരസ്പരം തുറന്നു പറഞ്ഞു. ഒരു ഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിലെ ഒരു മോശം അനുഭവം പറയേ ജഗത് പൊട്ടിക്കരഞ്ഞു. ആ നിമിഷം എനിക്ക് തോന്നി, ഇത് വേറൊരാളല്ല, ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കേണ്ട മനുഷ്യനാണിതാ അരികിൽ ഇരിക്കുന്നതെന്ന്. ജീവിതത്തിൽ ആദ്യമായാണ് അങ്ങനൊരു നിമിഷമെന്നും അമല പോൾ കൂട്ടിച്ചേർക്കുന്നു. അമലയുടെ 2ാം വിവാഹമാണിത്. 2014 സംവിധായകൻ AL വിജയുമായാണ് അമലയുടെ ആദ്യ വിവാഹം നടക്കുന്നത്. 4 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. എന്നാൽ അധികം വൈകാതെ തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം 2017 ഇവർ വിവാഹമോചിതരാകുകയും ചെയ്തു.